ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ചൂട് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കുക. അതിനായിട്ട് ഞാനിവിടെ ഒരു 1 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നമ്മളിപ്പോൾ ഇതിൽ കുറച്ച് മുളകും പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി മസാലയിൽ നമ്മൾ കുറച്ച് മുളകും പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് പാനിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ചെമ്മീനൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതലായിട്ട് മുരിഞ്ഞിട്ട് നമ്മൾ ഫ്രൈ ചെയ്യരുത്. ഒരു ഹാഫ് വേവിൽ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ചെമ്മീനൊക്കെ ഒന്ന് നമുക്ക് ഇടക്കൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരു ഹാഫ് വേവിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടുള്ള അതേ പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മുടെ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു ഓയിലുണ്ട്. അതിലേക്ക് ഞാനിത് 1/2 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു മീഡിയം സൈസിലുള്ള സവാള അതേപോലെ ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു സവാളൊക്കെ നന്നായിട്ടൊന്ന് വാടി വരണം. ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എരിവിന് വേണ്ടിയിട്ട് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇപ്പോഴത്തെ സവാളൊക്കെ നല്ല രീതിക്ക് വാടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ മസാല ഒക്കെ ഇവിടെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ആ ഒരു വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ല രീതിക്ക് തന്നെ ഒന്നിവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചെമ്മീൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആ ഒരു മസാലയും ചെമ്മീനും കൂടെ നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കണം. ആ ഒരു മസാലയിലുള്ള ആ ഒരു വെള്ളമൊക്കെ നല്ല രീതിക്ക് തന്നെ ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീനിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് കുറച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്കിതൊന്ന് ഡ്രൈ ആക്കിയിട്ടെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചെമ്മീനിലുള്ള വെള്ളമൊക്കെ നല്ല രീതിക്ക് തന്നെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂട് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റോസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.